ഹലോ എവരിവൺ, വെൽക്കം ടു MLT അക്കാഡമി. 2021 MSc MLT എൻട്രൻസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ LBS സെൻറ്റർ പുറപ്പെടുവിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീക്വൻസാണ് MLT അക്കാഡമിയിലൂടെ നമ്മളിനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദറ്റ് ഈസ് കാൾഡ് റോഡ് ടു MSc MLT 2021. കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള MSc MLT ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ റിവ്യൂ ആണ് നമ്മൾ ആ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നത്. കുറച്ച് റാൻഡമായി സെലക്ട് ചെയ്തിട്ടുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശേഖരിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും ഈ വീഡിയോയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. കോഎൻസൈം ഓഫ് വൈറ്റമിൻ B5. ഓപ്ഷൻ എ ബയോസൈറ്റിൻ, ഓപ്ഷൻ ബി NAD, ഓപ്ഷൻ സി കോഎൻസൈം എ, ഓപ്ഷൻ ഡി തൈമിൻ പൈറോഫോസ്ഫേറ്റ്. ദി ആൻസർ ഈസ് കോഎൻസൈം എ. വൈറ്റമിൻ B5 എന്ന് പറയുമ്പോൾ കോഎൻസൈം എ ആണ്. ഇനി ഇതിൽ മറ്റ് ഓപ്ഷനുകളിലേക്ക് നമുക്ക് പോവാം. NAD നിക്കോട്ടിനാൻ അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്, ദാറ്റ് ഈസ് ഓൾസോ കാൾഡ് വൈറ്റമിൻ B3. ദെൻ TPP തൈമിൻ പൈറോഫോസ്ഫേറ്റ്, വൈറ്റമിൻ B1 അല്ലെങ്കിൽ തൈമിനിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണിത്. ദെൻ ബയോസൈറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ B7 ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിനിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് ബയോസൈറ്റിൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ C19 സ്റ്റിറോയിഡ് ഹോർമോൺ? ഓപ്ഷൻ എ ഈസ്ട്രോൺ, ഓപ്ഷൻ ബി ടെസ്റ്റോസ്റ്റിറോൺ, ഓപ്ഷൻ സി കോർട്ടിസോൺ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ആൽഡോസ്റ്റിറോൺ. ആൻഡ് ദി ആൻസർ ഈസ് ടെസ്റ്റോസ്റ്റിറോൺ. എന്താണ് ഈ C19 സ്റ്റിറോയിഡ്? നമുക്കറിയാം സ്റ്റിറോയിഡ് ഹോർമോണുകൾക്കെല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോളിൽ നിന്നാണ്. കൊളസ്ട്രോളിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സൈക്ലോസ്ട്രോണിൽ ബേസിക് സ്ട്രക്ചർ ഉണ്ട്, സൈക്ലോ പെൻറ്റനോ പെർഹൈഡ്രോഫിനാൻഡിൻ റിംഗ്. ആ റിങ്ങിൻ്റെ ചില മോഡിഫിക്കേഷനുകൾ വരുത്തിയിട്ടാണ് നമ്മുടെ ഈ സ്റ്റിറോയിഡ് ഹോർമോണുകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ റിങ്ങിൽ അല്ലെങ്കിൽ ടോട്ടൽ അതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു മേജർ ക്ലാസിഫിക്കേഷനാണ് ഹോർമോണുകളുടെ, സ്റ്റിറോയിഡ് ഹോർമോണുകളുടെ. C19 സ്റ്റിറോയിഡ്സ്, C18 സ്റ്റിറോയിഡ്സ് ആൻഡ് C21 സ്റ്റിറോയിഡ്സ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. C18 സ്റ്റിറോയിഡ്സിൽ വരുന്നതാണ് ഈസ്ട്രജൻസ്, C21 സ്റ്റിറോയിഡ്സ് വരുന്നതാണ് മിനറലോകോർട്ടിക്കോയിഡ്സ് ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആൻഡ് C19 സ്റ്റിറോയിഡിൽ വരുന്നതാണ് ആൻഡ്രോജൻ. ടെസ്റ്റോസ്റ്റിറോൺ ആണ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു ആൻഡ്രോജൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. RNA ക്യാപ്പിംഗ്, ബാക്കിയൊന്നുമില്ല, RNA ക്യാപ്പിംഗ് പിന്നെ ഓപ്ഷനാണുള്ളത്. RNA ക്യാപ്പിംഗിൽ എന്ത് സഹായിക്കുന്നു എന്നാണ് ആ ഓപ്ഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. RNA ക്യാപ്പിംഗ് 7-methyl guanosine to the 5' end of the mRNA. Option B 7-methyl guanosine to the 3' end of the mRNA. Option C 7-methyl adenine to the 5' end of mRNA. Option D 7-methyl guanosine to the 5' end of the tRNA. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് RNA ക്യാപ്പിംഗ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ആൻസറിലേക്ക് പോയിട്ട് അതിലേക്ക് കടക്കാം. RNA ക്യാപ്പിംഗ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 7-methyl guanosine to the 5' end of mRNA, അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. എന്താണ് RNA ക്യാപ്പിംഗ്? RNA ക്യാപ്പിംഗ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷം, ട്രാൻസ്ക്രിപ്ഷൻ ഇസ് എ പ്രോസസ് ഓഫ് കോപ്പിംഗ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം DNA ടു RNA. അപ്പോൾ ഒരു mRNA ആദ്യം ഉണ്ടാവും. ഈ mRNA വളരെ ലാർജ് ആയിരിക്കും, അതിന് പല പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനുകൾ സംഭവിക്കും. അതിലൊന്നാണ് ഈ mRNA ക്യാപ്പിംഗ്. ഇതിൽ ഒരു എക്സോന്യൂക്ലിയസ് ഡൈജഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ mRNA ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സോന്യൂക്ലിയസുകൾ അതിനെ ഇല്ലാതായി കളയാം. അതിനെ ഒഴിവാക്കാനും, അത് മാത്രവുമല്ല tRNA mRNA ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിന് വേണ്ടിയിട്ട് ഈ mRNA tRNAയിലേക്ക് പോകും. ഈ tRNA അതിന് മനസ്സിലാക്കാൻ, റെക്കഗ്നൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ RNA ക്യാപ്പിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. EMJH മീഡിയം ഈസ് യൂസ്ഡ് ഇൻ ദി കൾട്ടിവേഷൻ ഓഫ് ഓപ്ഷൻ എ ബോറീലിയ, ഓപ്ഷൻ ബി ബോർഡറ്റല്ല, ഓപ്ഷൻ സി ലെപ്റ്റോസ്പൈറ ആൻഡ് ഓപ്ഷൻ ഡി ലിസ്റ്റീരിയ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ലെപ്റ്റോസ്പൈറ. എലിപ്പനി ഉണ്ടാക്കുന്ന ലെപ്റ്റോസ്പൈറയെ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറ എക്ട്രോ ഹെമറേജിയെ കൾട്ടിവേറ്റ് ചെയ്യാനാണ് EMJH മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകളിലേക്ക് നോക്കാം. ബൊറീലിയ, എന്തിനാണ് ഈ ഓപ്ഷനുകൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷനുകളിൽ നിന്ന് കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ബൊറീലിയ ഈസ് എ കോസേറ്റീവ് ഏജന്റ് ഓഫ് ലൈം ഡിസീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈം ഡിസീസ്, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഓർഗാനിസം കോസസ് ലൈം ഡിസീസ്? അതിൻ്റെ ഓപ്ഷനായിട്ട് ബൊറീലിയ ചോദിക്കാം. ബോർഡറ്റല്ല, ബോർഡർ ഗ്യാങ്ഷു മീഡിയം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോർഡർ ഗ്യാങ്ഷു മീഡിയം ഈസ് യൂസ്ഡ്. ബോർഡറ്റല്ല വളരെ സിമ്പിൾ ആണ്, ബോർ. നൗ ലിസ്റ്റീരിയയെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും മീഡിയ അങ്ങനെ ഒരു പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. കോൾഡ് എൻറിച്ച്മെൻറ്റ് ആൻഡ് തയോഗ്ലൈക്കോളൈറ്റ് ഗ്രോത്ത്. അതായത്
നമ്മൾ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ലിസ്റ്റീരിയ എന്ന് പറയുന്ന ഓർഗാനിസത്തിനെ നമ്മൾ തയോഗ്ലൈക്കോളേറ്റ് ബ്രോത്തിലായിരിക്കും വളർത്തിയെടുക്കുന്നത്. പിന്നെ കോൾഡ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടി വളർത്തും. അതായത് ബാക്കിയുള്ള ഓർഗാനിസംസിന് ഈ ചെറിയ ടെമ്പറേച്ചറുകൾ ബിലോ 25 ഡിഗ്രി സെൽഷ്യസിലൊന്നും പെട്ടെന്ന് വളരാൻ കഴിയില്ല, പക്ഷേ ലിസ്റ്റീരിയയ്ക്ക് വളരാൻ കഴിയും. ആൾസോ ലിസ്റ്റീരിയയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് മോട്ടിലിറ്റി ഉണ്ട്, 25 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടംബ്ലിംഗ് മോട്ടിലിറ്റി. അതിനെപ്പറ്റി നമ്മൾ ഇനിയുള്ള മൈക്രോബയോളജിക്ക് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിജനിക് ഡ്രിഫ്റ്റ് ഈസ് കോമൺലി സീൻ ഇൻ ഓപ്ഷൻ എ ഡിഫ്തീരിയ, ഓപ്ഷൻ ബി കോളറ, ഓപ്ഷൻ സി ടൈഫോയിഡ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ. നോ ഡൗട്ട് ദി ആൻസർ ഈസ് ഇൻഫ്ലുവൻസ. അറിയാം, അതൊരു വൈറസാണ്. നമ്മളിപ്പോൾ ഒരു വൈറസിൻ്റെ ഇൻഫ്ലുവൻസ പോലെ തന്നെയുള്ള ഒരു വൈറസിൻ്റെ ഒരു പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തെ വൈറസുകൾക്ക് പെട്ടെന്ന് തന്നെ മ്യൂട്ടേഷനൊക്കെ നടത്താനുള്ള എബിലിറ്റി ഉണ്ട്. ബാക്ടീരിയയ്ക്കും കഴിയും, പക്ഷേ ബാക്ടീരിയക്കാളേറെ മ്യൂട്ടേഷനുകൾ നടത്തി ആൻജനിക് ഡ്രിഫ്റ്റും ആൻജനിക് ഷിഫ്റ്റും ഇൻഫ്ലുവൻസ വൈറസിന് ഉണ്ടാക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, കസോണി ടെസ്റ്റ് ഈസ് a skin test used to detect infection with option A Echinococcus, option B Tinea, option C Hymenolapis and option D Diphyllobothrium latum. ഇതിൽ ഏതാണ് കസോണി ടെസ്റ്റ് കൊണ്ട് ഡിറ്റക്ട് ചെയ്യുന്നത്? ആൻസർ ഈസ് എക്കൈനോകോക്കസ്. എക്കൈനോകോക്കസ് ഡോഗ് ടൈപ്പ് എന്ന് പറഞ്ഞ എക്കൈനോകോക്കസിനെയാണ് കസോണീസ് ഇൻട്രാടെർമൽ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് മാത്രമാണോ ഇൻട്രാടെർമൽ ടെസ്റ്റ് പാരസൈറ്റ്സിന് യൂസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അത് മാത്രമല്ല ഒട്ടേറെ ടെസ്റ്റുകളുണ്ട്. അതിൽ ചിലതിന് നമുക്ക് പരിചയപ്പെടാം. വളരെ കോമൺ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും. സ്കിൻ ടെസ്റ്റ് ഫോർ പാരസൈറ്റ്സ്, മോണ്ടിനെഗ്രോ ടെസ്റ്റ്. ലീഷ്മാനിയ ഡോണോവാണിക്ക് വേണ്ടിയാണ് ഈ മോണ്ടിനെഗ്രോ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാഷ്മാൻ ഇൻട്രാടെർമൽ ടെസ്റ്റ്, ട്രൈക്കിനല്ല സ്പൈറാലിസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു വേമിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫ്രംഗൽ ടെസ്റ്റ്, ടോക്സോപ്ലാസ്മ ഗോണ്ടെ, കാറ്റുകളിൽ നിന്ന് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ടോക്സോപ്ലാസ്മ ഗോണ്ടയ്ക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരെണ്ണമാണ് ഫെയർലി ടെസ്റ്റ്. ഇറ്റ് ഈസ് ഷിസ്റ്റോസോമ ഹെമറ്റോബിയമാണ് ഫെയർലി ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ്, നമുക്ക് എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇനി വരുന്ന റിവ്യൂ നോട്ട്സിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെപ്പറേഷൻ ഓഫ് മോട്ടൈൽ ആൻഡ് നോൺ മോട്ടൈൽ ബാക്ടീരിയ ഈസ് ഡൺ ബൈ യൂസിങ് ഓപ്ഷൻ എ മക്കിൻടോഷ് ഫീൽഡ്സ് ജാർ, ഓപ്ഷൻ ബി candle jar, option C gas pack jar and option D Craigie's tube. The answer is Craigie's tube. എങ്ങനെ ഈ ആൻസറിലേക്ക് എത്തി? സിമ്പിൾ. ബാക്കിയുള്ള ഓപ്ഷനുകളൊന്നും ഇതിനകത്ത് നോൺ മോട്ടൈലിനും മോട്ടൈലിനും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ആൻസറിലേക്ക് എത്താം. നമുക്ക് ആൻസർ പല രീതിക്ക് എത്താം. ഒന്ന് നമുക്ക് ഡയറക്റ്റ് ആൻസർ ആണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കി ഓപ്ഷനുകളൊന്നും ആൻസർ അല്ലാന്ന് ഉറപ്പുണ്ടെങ്കിലും നമുക്ക് ഈ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താം. അപ്പോൾ എന്താണ് ബാക്കിയുള്ള ആൻസറുകൾ? അതെന്തെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സിന് ചോദിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിലൂടെ നോക്കാം. പറ്റും. മക്കിൻടോഷ് ഫീൽഡ് ജാർ അനേറോബിക് കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ ഗ്യാസ് പാക്ക് ജാറും അനേറോബിക് കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, അനേറോബിക് കൾച്ചർ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് യൂസ്ഡ് ഫോർ അനേറോബിക് കൾച്ചർ? ദെൻ ദി ആൻസർ ഈസ് ഗ്യാസ് പാക്ക് ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ. മക്കിൻടോഷ് ഫീൽഡ് ജാർ, മക്കിൻടോഷ് ഫീൽഡ് ജാറിനെ പറ്റിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് ക്യാൻഡിൽ ജാർ, എന്തിനു വേണ്ടി ക്യാൻഡിൽ ജാർ യൂസ് ചെയ്യുന്നു? ഫോർ ക്യാപ്നോഫിലിക് ഓർഗാനിസം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർഷ്യൽ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രം ഗ്രോ ചെയ്യുന്ന, ഇപ്പോൾ 5 to 10% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രം ഗ്രോ ചെയ്യുന്ന ചില ഓർഗാനിസംസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവയെ നമ്മൾ ക്യാപ്നോഫിലിക് ഓർഗാനിസംസ് എന്ന് വിളിക്കും. അതിന് വേണ്ടിയും നമ്മൾ ക്യാൻഡിൽ ജാർ യൂസ് ചെയ്യാറുണ്ട്. അതൊരു ജസ്റ്റ് ഒരു ബോട്ടിലാണ്, അതിനകത്ത് മീഡിയ വെച്ചതിന് ശേഷം ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കും, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ടെസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് അസറ്റൈൽ മീഥൈൽ കാർബിനോൾ ഫ്രം പൈറുവിക് ആസിഡ്? Option A methyl red test, option B Coase citrate utilization test, option C Voges-Prosker test and option D nitrate reduction test. And the answer is Voges-Prosker test. അസറ്റൈൽ മീഥൈൽ കാർബിനോളിനെ ഞങ്ങൾ ചിലപ്പോൾ കോമൺ ആയിട്ട് വേറെ നമ്മൾ പേര് വിളിക്കും. അതിൻ്റെ പേരാണ് അസറ്റോയിൻ. ഇത് ഷുഗറിനെ ചില ബാക്ടീരിയകൾ ഫെർമെൻ്റ് ചെയ്തിട്ട് ആസിഡ് ആക്കിയതിന് ശേഷം ചില പ്രത്യേക പാത്വേയിൽ കൂടി കടന്നു പോയിട്ട് അവസാനം അസറ്റോയിൻ പോലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. ഇനി ബാക്കിയുള്ള ടെസ്റ്റുകൾ നമ്മൾ ഇംബിക് റിയാക്ഷനുകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. കോസേഴ്സ് ടെസ്റ്റും VP ടെസ്റ്റ്, നൈട്രേറ്റ് ടെസ്റ്റ്, മീഥൈൽ ടെസ്റ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് അടുത്ത സ്ലൈഡിലൂടെ നോക്കാം. മീഥൈൽ റെഡ് ടെസ്റ്റ്. The important methyl red test only gives a positive reaction when bacteria is able to produce acid or convert acid glucose into acid and have the ability to maintain a pH below 4.5. Then only methyl red test positive തരും. മാത്രമല്ല വേറൊരു ക്വസ്റ്റ്യൻ, കോൺസെൻട്രേഷൻ ഓഫ് മീഥൈൽ റെഡ് 0.004% ആണ്. 0.04%, നോട്ട് 0.04, 0.04% ഓഫ് മീഥൈൽ റെഡ് ആണ് നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. കോസെ സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ്. ഇവിടെ സിട്രേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾ സോഴ്സ് ഓഫ് കാർബൺ.
അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കോസേറ്റ് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇത് കോസേറ്റ് ടെസ്റ്റ് ദ സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ഈസ് ഡിറ്റക്റ്റഡ് ബൈ ടർബിഡിറ്റി. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നില്ല. സിമന്റ് സിട്രേറ്റ് മീഡിയത്തിൽ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. Now, nitrate reduction test produce nitrate dehydrogenase enzyme produced by certain bacteria. All enterobacteria are positive for this. ഇതൊക്കെയാണ് ബാക്കിയുള്ള ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ്. അതിൽ നിന്ന് വരാവുന്ന ചില പോസിബിൾ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. Milk ring test is used for the diagnosis of brucellosis, anthrax, typhoid fever and Q fever. The answer is quite simple. The answer is brucellosis. Brucellosisന് വേണ്ടിയാണ് മിൽക്ക് റിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. മിൽക്ക് റിംഗ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഡൈയുടെ പേര് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിൽക്ക് റിംഗ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഡൈ ഹെമറ്റോക്സിലിനാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ആന്ത്രാക്സ് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെറോളജിക്കൽ ടെസ്റ്റാണ് അസ്കോളിസ് തെർമോ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ്. മറ്റേ ടൈഫോയിഡ് ഫീവർ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആയിട്ടുള്ള വൈഡാൽ ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ക്യൂ ഫീവർ അങ്ങനെ ഒരു സ്പെസിഫിക് സെറോളജിക്കൽ ടെസ്റ്റുമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദി ഫേസ് വേരിയേഷൻ ഓഫ് ആൻറ്റിജൻസ് ആർ സീൻ ഇൻ എന്നിട്ട് താഴത്തെ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കും. അതിനകത്ത് ഈ ക്യൂ ഫീവർ ഉണ്ടാക്കുന്ന കോക്സിയലയുടെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ആൻസർ ക്യൂ ഫീവർ എന്ന് പറഞ്ഞാൽ ഫേസ് വേരിയേഷൻ ഓഫ് ആൻറ്റിജൻ ഈസ് ബീങ് ഫൗണ്ട് ഇൻ ക്യൂ ഫീവർ പ്രൊഡ്യൂസിങ് കോക്സിയല്ല. Now, elect gel precipitation test is diagnostics of Clostridium difficile. Option B, Listeria monocytogenes. Option C, Corynebacterium diphtheria. And option D, Clostridium tetani. The answer is Corynebacterium diphtheria. Elect gel precipitation test and toxin detection വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകളുടെ ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് നോക്കാം. Clostridium difficile, that is used for antibiotic associated colitis. Not used, it is commonly produces this infection, antibiotic associated colitis. Antibiotics കൊടുക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഓവർ യൂസേജ് കൊണ്ടുണ്ടാകുന്ന colitis. Which of the following organisms produce antibiotic associated colitis? The answer is Clostridium difficile. Listeria monocytogenes, ആൻറ്റൺ ടെസ്റ്റ്. നമ്മൾ നേരത്തെ ലിസ്റ്റീരിയെ പറ്റി പറഞ്ഞു, ടംബിളിംഗ് മോർട്ടിലിറ്റി, കൾച്ചർ ക്യാരക്ടേഴ്സ്, കോൾഡ് എൻറിച്ച്മെന്റിനൊക്കെ പറ്റി. അതുപോലെ തന്നെ ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിന്റെ പേരാണ് ആൻറ്റൺ ടെസ്റ്റ്. അനിമൽ ഇനോക്കുലേഷൻ ടെസ്റ്റ് ആണ്. ഞാൻ ക്ലോസ്ട്രിഡിയം ടെറ്റനി രണ്ട് തരത്തിലുള്ള ടോക്സിനുകൾ ഉണ്ടാക്കുന്നുണ്ട്. ടെറ്റനോലൈസിനും ടെറ്റനോസ്പാസ്മിനും. അല്ല, ടെറ്റനോസ്പാസ്മിനാണ് നമുക്ക് ടെറ്റനി എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്. Now, chemical nature of endotoxin is lipopolysaccharide, B, carbohydrate, C, protein, and D, none of the above. The answer is lipopolysaccharide. എന്താണ് എൻഡോടോക്സിൻ്റെ കെമിക്കൽ ഫോർമുല, കെമിക്കലിറ്റീസ് എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ ലിപ്പോപോളിസാക്കറൈഡ് ആണ്. അപ്പോൾ എൻഡോടോക്സിനും എക്സോടോക്സിനും വളരെ കോമൺ ആയിട്ട് മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എല്ലാ MSc എൻട്രൻസ് എക്സാമിനേഷനും, ഇപ്പോൾ MSc എൻട്രൻസ് എക്സാമിനേഷനിലെ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും എൻഡോടോക്സിനും എക്സോടോക്സിനുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും സാധാരണ കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള MSc എക്സാമുകൾക്ക്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. എന്താണ് എൻഡോടോക്സിൻ? എൻഡോടോക്സിൻ ഈസ് lipopolysaccharide. നമ്മൾ പറഞ്ഞ പോലെ കെമിക്കൽ ഈസ് lipopolysaccharide. അതേസമയം എക്സോടോക്സിൻസ് ആർ പ്രോട്ടീൻ ഇൻ നേച്ചർ ആൻഡ് എൻഡോടോക്സിൻസ് ആർ വീക്ലി ഇമ്മ്യൂണോജനിക് ബട്ട് എക്സോടോക്സിൻസ് ആർ ഹൈലി ഇമ്മ്യൂണോജനിക്. എൻഡോടോക്സിൻസ് ആർ ഹീറ്റ് സ്റ്റേബിൾ ബട്ട് എക്സോടോക്സിൻസ് ആർ ഹീറ്റ് ലെബൽ. പ്രോട്ടീൻസ് ആയതുകൊണ്ട് ഹീറ്റ് ലെബയിലാണ്. Now, endotoxins obtained only by cell lysis, but exotoxins are obtained from cultures, even from cultures. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ സറൗണ്ടിങ് മീഡിയയിൽ ഡിഫ്യൂസ് ചെയ്ത് പോകും. Now, endotoxin antibody neutralization is not effective, but for exotoxin antibody neutralization is effective. Now, endotoxin active only in high doses, exotoxins active in small doses. And അതാണ് വളരെ കോമൺ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള ഒരു എക്സാമിന്. Endotoxin cannot be toxoided, but exotoxin can be toxoided by treatment with formalin. So that's very important. So difference between endotoxin and exotoxins are very commonly asked in MSc MLT entrance examinations. Another question. All are precipitation reaction except option A, VDRL test, option B, Kahn's test, option C, Vidal test, and option D, Ascoli's test. The answer is Vidal test. Vidal test is a tube, clearly stated ആണ്. It's a tube agglutination test. ബാക്കിയുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? VDRL is a slide flocculation test. Flocculation is a kind of precipitation. മുകളിലേക്ക് ഇങ്ങനെ ഫ്ലോക്യൂൾസ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് സിഫിലിസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. കാൻ ടെസ്റ്റ് again a tube flocculation test for syphilis.
Vidal test is tube agglutination test for typhoid fever. Ascolis test is a precipitation test. Again, it's a precipitation. And പേരിൽ തന്നെ Ascolis test is a full form is അല്ലെങ്കിൽ fully expand ചെയ്ത് കഴിഞ്ഞാൽ Ascolis thermoprecipitation ആ പേരിൽ തന്നെയുണ്ട്. It is used for Bacillus anthracis. Now, membrane attack complex in complement pathway is C1-3, C2-5, C4-8 and C5-9. The answer is C5-9. Now 14. All are mediated by antibodies except type 1 hypersensitivity, type 2 hypersensitivity, type 3 hypersensitivity, type 4 hypersensitivity. അങ്ങനെ 4 ഓപ്ഷനുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതാണ് ആൻറ്റിബോഡി ബൈ മീഡിയേറ്റ് ചെയ്യാത്തത്? ദാറ്റ്സ് എക്സെപ്റ്റ്. എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സെപ്റ്റ് നമ്മൾ വിട്ടുകളയും. ആർ മീഡിയേറ്റഡ് ബൈ ആൻറ്റിബോഡീസ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കാം. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ഫസ്റ്റ് തിങ് ഇൻ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ റീഡ് ദി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ആൻഡ് ക്ലിയർലി. അതിനെ മനസ്സിലാക്കിയതിന് ശേഷം ആൻസറിലേക്ക് പോവുക. എക്സെപ്റ്റ് ഏതാണ് ആൻറ്റിബോഡി ഒഴികെ മീഡിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൻറ്റിബോഡി ഇല്ലാതെ മീഡിയേറ്റ് ചെയ്യുന്ന ഹൈപ്പർസെൻസിറ്റിവിറ്റി? Answer is option D, type 4 hypersensitivity. It is mediated by T lymphocytes. So ബാക്കിയുള്ള ഹൈപ്പർസെൻസിറ്റിവിറ്റികളെ പറ്റി നമുക്ക് പറയാം. Type 1 hypersensitivity mediated by immunoglobulin E, that is anaphylaxis. B, that is type 2 hypersensitivity mediated by cytolytic reactions, that is usually mediated by IgM and IgG. Now type 3 hypersensitivity immune complex ആണ്, അതിൽ ആൻറ്റിനോ ആൻറ്റിബോഡി ഉണ്ടാകും. പക്ഷേ ടൈപ്പ് 4 നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് ലിംഫോസൈറ്റ്സ് മീഡിയേറ്റഡ്. അവിടെ ആൻറ്റിബോഡീസ് ഒന്നുമില്ല, സെല്ലുലാർ ഇമ്മ്യൂണിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. Now National Reference Center for Phage Typing of Staphylococcus aureus is located in option A, Maulana Azad Medical College, New Delhi. Option B, Lady Harding Medical College, New Delhi. Option C, NICED, Kolkata. Option D, NCDC, Delhi. Answer is മൗലാന ആസാദ് മെഡിക്കൽ കോളേജ്, ഡൽഹി. ഇനി ഈ ഓപ്ഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സെൻറ്റേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സെൻറ്റേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ട്. NICED, ദാറ്റ് ഇസ് റെഫറൻസ് സെൻറ്റർ ഫോർ കോളറ, ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ കൊൽക്കത്ത. ഞാൻ കസോളി, എന്താണ് കസോളിയുടെ ഇമ്പോർട്ടൻസ്? വളരെ സുന്ദരമായ സ്ഥലമാണ്. റെഫറൻസ് സെൻറ്റർ ഫോർ സാൽമണല സെറോടൈപ്പിംഗ്. ഓപ്ഷൻ അടുത്ത സി, പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ഞാൻ ന്യൂഡൽഹിയിൽ വേറൊന്നും കൂടി ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മലേറിയ റിസർച്ച്. അത് ന്യൂഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കസോളി ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. റെഫറൻസ് സെൻറ്റർ ഫോർ സാൽമണല സെറോടൈപ്പിംഗ്. സെറോടൈപ്പിംഗ് ഓഫ് സ്ട്രെപ്റ്റോകോക്കി ഈസ് ബേസ്ഡ് അപ്പോൺ ഓപ്ഷൻ എ എഫ് പ്രോട്ടീൻ, ഓപ്ഷൻ ബി ടി പ്രോട്ടീൻ, ഓപ്ഷൻ സി ആർ പ്രോട്ടീൻ ആൻഡ് ഓപ്ഷൻ ഡി കാർബോഹൈഡ്രേറ്റ് ആൻറ്റിജൻ. ദി ആൻസർ ഈസ് കാർബോഹൈഡ്രേറ്റ് ആൻറ്റിജൻ. The next question, pseudomembrane enterocolitis is caused by Clostridium tetani, Clostridium perfringens, Clostridium difficile and Clostridium botulinum. The answer is Clostridium difficile. നമ്മൾ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് കോളൈറ്റിസ് ആരാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിൻ്റെ റിപ്പീറ്റേഷൻ ഇതിന് മുമ്പുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതാണ് ഇവിടെ. ആൻഡ് സ്യൂഡോമെംബ്രെയിൻ എൻറ്ററോകോളൈറ്റിസ്, അതായത് അതിൻ്റെ ഒരു ക്ലിനിക്കൽ ടേം ആണ്, കുറച്ചുകൂടി ബെറ്റർ ടേം ആണ്. അതായത് കോമൺ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉണ്ടാകുന്ന കോളൈറ്റിസിന് പകരം സ്യൂഡോമെംബ്രെയിൻ എൻറ്ററോകോളിറ്റി കുറച്ചുകൂടി മെഡിക്കൽ ടേം അവിടെ യൂസ് ചെയ്തു. പക്ഷേ ആൻസർ ഈസ് ക്ലോസ്ട്രിഡിയം ഡിഫിസലെ. ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മൈക്രോബയോളജി പാർട്ടിൽ നിന്ന് 60 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതിൻ്റെയെങ്കിലും ഫാദർ അല്ലെങ്കിൽ ഇൻവെൻറ്റർ. കുറച്ച് കണ്ടുപിടുത്തങ്ങളും അതൊക്കെ ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി. ഓപ്ഷൻ എ റോബർട്ട് കോച്ച്, ഓപ്ഷൻ ബി പോൾ എർലിച്ച്, ഓപ്ഷൻ സി ജോസഫ് ലിസ്റ്റർ ആൻഡ് ഓപ്ഷൻ ഡി മെച്നിക്കോഫ്. ആൻഡ് ഓപ്ഷൻ സി ദാറ്റ് ഈസ് ജോസഫ് ലിസ്റ്റർ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഫിനോൾ കോമ്പൗണ്ട്സ് സർജറിയുടെ സമയത്ത് കൊണ്ടുവന്നത്. സോ ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി. ഇനി ബാക്കിയുള്ള കുറച്ച് ഇൻവെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഫാദേഴ്സ് ഓർ ഇൻവെൻറ്റേഴ്സിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. റോബർട്ട് കോച്ച്, ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ബാക്ടീരിയോളജി. Paul Ehrlich, who's discovered AFP stain and antimicrobial chemotherapy. That's very important. Antimicrobial chemotherapy കണ്ടെത്തിയത് പോൾ എർലിച്ച് ആണ്. Then Friedrich Hesse, who is an assistant of Robert Koch, introduced agar into culture media. Mechnikov, his discovery of phagocytosis is very famous. എഡ്വേർഡ് ജെന്നർ, നമുക്കറിയാം ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആയിരുന്നു. ഇനി ഒരെണ്ണം കൂടി നമ്മൾ ഇതിൽ വിട്ടുപോയിട്ടുണ്ട്, ദാറ്റ് ഇസ് ലൂയിസ് പാസ്ചർ. ഹിസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി. ഇഗ്നാസ് സെമൽവൈസ്, ഹിസ് നോൺ ആസ് ഫാദർ ഓഫ് ഹാൻഡ് വാഷിംഗ്. അദ്ദേഹത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ഓർക്കേണ്ടതുണ്ട്. കാരണം കൊറോണ പോലുള്ള ഒരു വൈറസിനെ
ഓവർകം ചെയ്യാൻ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് അദ്ദേഹം 100-200 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് തന്നെയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഹാൻഡ് വാഷിംഗ് ആസ് എ ടെക്നിക് ഓഫ് അസെപ്സിസ്? ഈ 2 ക്വസ്റ്റ്യനും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. അതായത് ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിസം ആൻഡ് ഫാദർ ഓഫ് അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേരും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ നമ്മൾ ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ലിസ്റ്റർ, ഓപ്ഷൻ ബി ഇഗ്നാസ് സെമൽവൈസ്, ഓപ്ഷൻ സി ചേംബർലാൻഡ്, ഓപ്ഷൻ ഡി ടിൻഡൽ. ദി ആൻസർ ഈസ് ഇഗ്നാസ് സെമൽവൈസ്, ദി ഫാദർ ഓഫ് ഹാൻഡ് വാഷിംഗ് or the man who introduced hand washing in clinical procedures. And finally, Quillen reaction is done to detect cellular, capsule, flagella and fimbriae. The answer is simple. It is capsule. Capsule of Streptococcus pneumoniae. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ Quillen reaction യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും വരാനുണ്ട്. അതെല്ലാം അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിനേക്കാളും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ എല്ലാ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലതായാലും മോശമായാലും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചായിരിക്കും ഞങ്ങൾ ഇനി മുന്നോട്ട് പോവുക.